ഇഷ്ടപ്പെട്ട മൊമെന്റ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒരുപാട് സർപ്രൈസുകൾ ഇവർ തന്നിട്ടുണ്ട്. അത് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ് കമന്റ് ചെയ്തോ. പിന്നെ ഈ വീഡിയോ ആയിരിക്കും ചിലപ്പോ കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ കുറെ നാളിന് ശേഷം നമ്മുടെ വരുന്നത്. അപ്പൊ നമ്മളത് കട്ട് ചെയ്യാതെ ലെങ്ത് ആണ് എനിക്ക് എടുക്കുന്നത്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള കുറെ സർപ്രൈസുകൾ ആയതുകൊണ്ടാണ്. ഫാമിലി താടിയും പൊട്ടും. കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ എന്താ വിശേഷം? എന്റെ പൊന്നുന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അടിച്ച് അപ്പൊ ബർത്ത്ഡേകള് എവിടെ എന്താ ചെയ്യണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ആവശ്യം ചിന്തയാണ് ഗൈസ്. ബർത്ത്ഡേകൾ അവിടെ ഇരുന്നിട്ട് പായസം കുടിക്കാണ് ഗൈസ്. സ്പെഷ്യൽ സദ്യ പാലട പ്രഥമൻ. ഞങ്ങള് പുലർച്ചെയാണ് ഉണ്ടാക്കിയ പാലട. പായസം കൊടുത്തു. അതെ നമ്മള് എന്റെ വീട്ടില് ഇന്ന് പൊന്നുവിന്റെ ബർത്ത്ഡേ പൊന്നിന്റെ വീട്ടില് മാത്രല്ല പൊന്നിന്റെ നാട്ടില് ഫുള്ള് സെലിബ്രേറ്റ്. ചിമ്പപ്പന് കുറച്ച് ചോദിച്ചു കൊടുത്താ. അപ്പൊ ചിമ്പപ്പന് അവിടെ കുറച്ച് ചോദിച്ചു കൊടുക്കും വേഗം. അതെ അപ്പൊ പൊന്നു പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റപ്പായി കുന്തിരിയായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. വ്ളോഗായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ വ്ളോഗായിട്ട് ചെയ്യാത്തൊരു ഡ്രസ്സാണത്. അതാണ് പൊന്നുന്റെ ബർത്ത്ഡേ ഡ്രസ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ പിന്നെ ഇനി വഴി ഞാനിന്ന് 12 മണിക്ക് ഇത് കേക്ക് കൊണ്ടുവരുന്നു. എല്ലാ കൊല്ലവും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ കൊല്ലം എനിക്ക് ക്യാൻഡിൽ കത്തിക്കണം. അതൊന്നും ഒരിക്കലും മുടങ്ങാറില്ല. അപ്പൊ അത് പോകണം. അപ്പൊ എന്തായാലും പൈസ കൊടുത്തിട്ട് ഈ കൊല്ലം ഞങ്ങള് പൊന്നു വിചാരിച്ചിട്ടാന്ന് എനിക്കറിയാം. കേക്ക് വൈകുന്നേരം വിചാരിച്ചിട്ട് ഇരിക്കട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രാങ്ക് തരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരുന്നുണ്ടോ. കഴിഞ്ഞ കൊല്ലം നമ്മളെ ഫ്രാങ്ക് കൊടുത്ത വീഡിയോ ഉണ്ട്. കൊണ്ടൊരു സാധനം വെക്കണം. അത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് ഉണ്ടാക്കിയിട്ട് അവൻ കാണിക്കാന്ന് പറഞ്ഞാൽ ഇതിന്റെ വലിയ വർഷം ഇതിന്റെ വലിയ വർഷം വാലന്റൈൻസ് വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ മോളില് മരത്തിന്റെ ഒരു അടപ്പ് വരും. അത് അവൻ ചെത്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് പതുക്കെ ഉണ്ടാക്കി തന്നാന്ന്. അപ്പൊ താങ്ക് യു സോ മച്ച് മൈ സൺ. അടിച്ച് എല്ലാ വട്ടവും ആദ്യം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണ്ടാവും നോക്കിട്ട്. മമ്മി 12 മണിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാൻ ഗേള് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ
ചുറ്റി എല്ലാ വർഷം അവളാണ് ഏറ്റവും വിളിക്കാറ്. പക്ഷെ ഈ വട്ടം ഓവർടേക്ക് ചെയ്തു. കറക്റ്റ് 12 മണിയായപ്പോ ഞാൻ വിഷ് ചെയ്തു ഫസ്റ്റ് വിഷ് ചെയ്ത. പിന്നെ അവള് വിളിച്ചു അപ്പൊ മമ്മി ആണല്ലോ ആണല്ലോ ഇവനും നിങ്ങൾ ഒരുമിച്ചാണ് വിഷ് ചെയ്തത്. പക്ഷെ അതൊന്നും ഈ കാരണന്മാര് വീഡിയോ കൊടുത്തില്ലേ. മമ്മിയോട് ഞാൻ അതിന് വീഡിയോ എടുക്കാനുള്ള ലെവലല്ല ഇരിക്കണ്ടായിരുന്ന. വീഡിയോ എഡിറ്റിങ്ങും ചെയ്യാനുള്ള സാധനങ്ങൾ ഇടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊന്നും വീഡിയോ കൊടുത്തില്ല. പായസം കൊടുത്തിട്ട് ഇവിടെ അപ്പൊ ഗൈസ് ഇനിയുള്ള വിശേഷങ്ങൾ വഴിയെ കാണാല്ലേ. ഇവിടെ പായസം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ട. അപ്പൊ പായസം ഇനി ഇവിടത്തെ അടുത്തുള്ള വീട്ടിലേക്ക് എല്ലാവർക്കും പകർത്തി കൊടുക്കണം. എന്റെ ബർത്ത്ഡേക്ക് ലഞ്ച് കഴിക്കാൻ എല്ലാവരും വന്നിട്ടുണ്ട്. അതെ നമ്മുടെ കിച്ചപ്പന്റെ ഫുഡ് ഫാക്ടറി എവിടെ വേണേ കഴിക്കാം. വന്നപ്പോ ഫസ്റ്റ് നമുക്ക് നമ്മളെ പ്ലാൻ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും. ഓൾവേസ് വെൽക്കം എന്റെ ബർത്ത്ഡേയുടെ ലഞ്ച്. വലിയ ഡാൻസ് ഒക്കെ അപ്പൊ പൈസ നോട്ട് ഫേക്ക് നോട്ട് നമ്മളൊരു അറബിക് സ്റ്റൈലിൽ. അതെ കൊറേ ആൾക്കാർക്ക് വന്നിരുന്ന് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. ആദ്യം കളിക്കാം. ഇവിടെ ഹുക്കൊക്കെ വലിക്കണമെങ്കിൽ ചിലപ്പോ ഞാൻ ഹുക്കൊക്കെ വലിച്ചു തരും. അതെ പിന്നെ ഇന്ന് ഈ ബർത്ത്ഡേ ഒന്ന് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ചോദിച്ചതാണ്. ആരിത് മീനാക്ഷിയല്ലയോ ബർത്ത്ഡേ ഒക്കെ ബർത്ത്ഡേ കളി ഇരിക്കണം നോക്ക്. ഇത് ഹൈദരാബാദി ബിരിയാണി, ഇത് ഫ്രൈഡ് റൈസ്, ഇത് കൊത്തു പൊറോട്ട, ബീഫ് കൊത്തു പൊറോട്ട, സലാഡ്, അച്ചാറ്. തുടങ്ങി. ഹാപ്പി ബർത്ത്ഡേ. മുട്ടയുടെ വെള്ളം എനിക്ക് വെച്ചോളൂ. ഞാൻ തരാം. അയ്യോ എപ്പോ മനസ്സിലായി ഞാൻ എന്താ ഓർഡർ ചെയ്തത്. അതൊരു കുറച്ച് എരിവ് കൂടുതല. എനിക്കത് എരിവ് ഇഷ്ടം. തേങ്ങ ചിക്കൻ അല്ല, ബീഫാ.
അപ്പൊ ഗൈസ് ഫുഡ് ഫാക്ടറിന്ന് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ഫാക്ടറി ഞങ്ങളെ സ്വന്തം അപ്പൊ ഞങ്ങളെ ലഞ്ച് സ്പെഷ്യൽ ബർത്ത്ഡേ അതൊക്കെ എടുത്തിട്ട് ഞങ്ങള് നിക്കുന്ന കിച്ചന് ഒരു മിഠായി മേടിച്ചു കൊടുത്തിട്ടില്ല. അവനൊരു സങ്കടം. കിച്ചനൊരു ഡയറി മിൽക്ക് മേടിച്ചു കൊടുത്തു. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള പരിപാടി ഉണ്ടായിരുന്നില്ല, നേരെ പോകാനുള്ള പരിപാടി. ലേറ്റ് ആയിപ്പോ നേരെ ഇങ്ങോട്ട് വന്നതാണ് കാഴ്ച. അപ്പൊ ഇനി നമ്മള് അടുത്ത് എന്താണെന്ന് ഇനി കാണാം. ഞങ്ങള് വഴിക്കോടെയുള്ള പ്ലാനിങ് ആണ്, കൃത്യമായ ഒരു പ്ലാനിങ് ആണ് ഗൈസ് ഞങ്ങളുടെ ലൈഫ്. അപ്പൊ പൊന്നുന്റെ ബർത്ത്ഡേ ഇനി അടുത്തതില് കാണാം. അടുത്ത പ്ലാനിങ് എന്താന്ന് നമുക്ക് നോക്കിട്ട് പറയാം. ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഈ വെയിലത്ത് നിന്നിട്ട് നല്ലൊരു വെയിലത്ത് ഫോട്ടോ എടുക്കട്ടെ. അപ്പൊ അത് പിള്ളേരുടെ ബർത്ത്ഡേക്കാണ് മിഠായി കൊടുക്കാറുള്ള. അല്ലല്ല, ഞങ്ങള് അടുത്ത 2-3 വീട്ടിലേക്കുള്ള പായസം മാത്രം ഉണ്ടാക്കി. പക്ഷെ അവിടെ നമ്മുടെ കിച്ചപ്പിന് അവൻ പറഞ്ഞിട്ടൊക്കെ ഞാൻ ഓർത്തില്ല, അതുകൊണ്ട് ശരി. ഓക്കെ, അപ്പൊ ബർത്ത്ഡേ ഫാക്ടറി ടീം നമ്മൾ കാറിലെത്തിക്കൊണ്ട് പറഞ്ഞു ഫുഡ് കഴിച്ചതല്ല, ചെറിയ കൊക്കക്കോള വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞു. കുഞ്ഞു കണ്ടിട്ടില്ലേ? കേക്ക് അവിടെ നിന്ന് മേടിക്കാന്ന് വെച്ചിട്ടാ ബാക്കിൽ ദൂരത്ത് പാർക്ക് ചെയ്ത് ഇട്ടിട്ട് കാര്യം. അപ്പൊ ഇവിടെയാണ് നമ്മള് കേക്ക് വാങ്ങിക്കാൻ വന്നിരിക്കുന്നത്. കേക്ക് വേൾഡ് എപ്പ പോകുന്നത് കുഞ്ഞുസ് അവിടെ ആറ്റത്തുണ്ട്. ഹാപ്പി ബർത്ത്ഡേ പഞ്ച്. കൊണ്ടായിട്ടും കാര്യമില്ല. കാരണം നമ്മള് പിന്നെ ഒന്ന് പുറത്തേക്ക് അങ്ങനെ പോകുമ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തിന്നില്ലെങ്കിൽ എടുത്തു അത് ചെളി പൊളിയുന്നത്. നമ്മൾ കേക്ക് ഇങ്ങനെ സെറ്റാക്കി നമ്മളെ കാറിന്റെ ബാക്കിൽ വെച്ചിട്ട് വൈകുന്നേരം ആവുമ്പോ അത് ജസ്റ്റ് പൊന്നു കിളിവിട്ടിരിക്കുമ്പോ മുറിക്കാനുള്ള പരിപാടിയിലാണ്. അടിച്ചിന് മഞ്ഞ, അടിച്ചിന് ടൊപ്പി. തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ട് സ്പ്രൈറ്റ് കേക്കിന്റെ കാര്യം നമ്മൾ പറയുന്നില്ല. ഇതുകൊണ്ട് ഞാൻ പോവും കേക്ക് അപ്പത്താക്കില് ഈ അപ്പോൾ ഗൈസ് അതെ ഞങ്ങൾ പള്ളിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. വേളി പള്ളിയിലെത്തിയിട്ടുണ്ട് പൊന്നുവിനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്കും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പപ്പയും മമ്മിയൊക്കെ വിളിച്ചോണ്ടിരിക്കുക കേട്ടോ പൊന്നുവിനെ, വിഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. പൊന്നു വീഡിയോ കോളാണ് കേട്ടോ, വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് പള്ളിയൊക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞ പ്ലാൻ സംഭവം അവിടെ ഉണ്ട്, അതൊക്കെ വഴിയെ വരും. ഓക്കെ,
ബർത്ത്ഡേക്ക് അവിടെ പെരുന്നാളുമാണ്, അമ്പ് പെരുന്നാള്. അപ്പൊ ഞങ്ങളെ നന്നായി മിസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ വീഡിയോക്കുള്ളിൽ ചെയ്തിരിക്കുകയാണ്. വേണി പള്ളി കാണിച്ചു കൊടുക്കാണ്. എനിക്ക് ഈ ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ഫോട്ടോ ആണ് നെജിറ്റി വിളിച്ച് കാട്ടി കൊടുത്തത്. പോയിക്കൊള്ളുക ഇനിമേൽ പെയിന്റിംഗ് ആണ് അത്. ഫോട്ടോ ഗൈസ് അപ്പോൾ അമ്മ അപ്പോൾ ഗൈസ് പൊന്നും മെഴുതിരി എത്തിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അവിടെയാണ് മെഴുതിരി എത്തിക്കാനുള്ള സ്ഥലം. നല്ല ചൂടുണ്ട്. അത് അവിടെ അപ്പു ഡാൻസ് കളിക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഗൈസ് ഞങ്ങളിത് വേളി ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. കേട്ടാ ഏതിട്ട് സ്ഥലം ഇത് നമ്മൾ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ പള്ളിയും അതേപോലെ ബീച്ച്. എന്താ രണ്ടാൾക്കാർ മൂന്നാൾക്കാർ കളിക്കുന്നുണ്ടോ? ആദിസൊക്കെ മരണ കളി. ഒന്ന് ബർത്ത്ഡേകൾ കളിക്കിരിക്കണ വെയിലത്ത് കരിഞ്ഞുണങ്ങുന്നോണ്ടൊന്ന്. നല്ല വെയിലുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, ഇവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തൊട്ട് ആദിക്ക് അറിയാലോ സ്ഥലങ്ങള്. ഇത് ആദ്യം കണ്ട വശം ഇങ്ങോട്ട് വരാൻ വേണ്ടി വാശി പിടിച്ചോണ്ടിരിക്കുക അവൻ കളിക്കാൻ വേണ്ടിട്ട്. അതെ. അപ്പൊ നമ്മളിത് വെള്ളം കുടിക്കാനായിട്ട് നമ്മുടെ 7up മേടിച്ച സ്ഥലത്ത് നിന്ന് ആദിക്ക് മേടിച്ചു കൊടുത്ത കേപ്പണം അത് തലയില്. അവൻ വാശി പിടിച്ചിട്ട് മേടിച്ചു കൊടുത്താണ്. എനിക്കാണോന്നൊക്കെ പൊന്ന് ഇവൻ അവിടെ എത്തിയിട്ട് വാശി പിടിച്ചപ്പോ മേടിച്ചാണ്. അപ്പൊ അത് അവനെ മേടിച്ച് തലയിൽ വെച്ച് കൊടുത്ത്. അതായത് ഈ വയസ്സായിട്ട് ഈ സാധനം വെച്ചിട്ട് തലയിൽ വെച്ചിട്ട് ഇതാക്കാണ്ടാണ് ബർത്ത്ഡേക്ക്. പിന്നെ നീ വല്ല തോർത്തൊക്കെ എടുത്ത് തലയിലിട്ടാ മതി. ആദ്യം അതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ, കുറച്ചേച്ച് ശ്രദ്ധിക്കും. അപ്പോ പട്ടം മേടിച്ചോ? പണ്ട് പറപ്പിക്കാൻ പറ്റാത്ത വിഷമങ്ങൾ തീർത്തോ? ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവന് പറപ്പിക്കാൻ പറ്റാത്ത അത്ര അധികം കാറ്റുണ്ടാവാറില്ല. അപ്പോൾ ഇവന് ഓടിയിട്ടാണ് പറപ്പിക്കാറ്. നാട്ടിലുള്ള സമയത്ത് ഓടിയിട്ടാണ് പറപ്പിക്കാറ്. പിന്നെ ബാംഗ്ലൂർ പോയപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും ടോപ്പിൽ. പക്ഷെ അത് പറന്നുണ്ട് കുറച്ച് ഹൈറ്റിൽ. ഞങ്ങള് ബീച്ചിലൊക്കെ ഒന്ന് ചുട്ട് കരിഞ്ഞിട്ടുണ്ട്. പൊന്നു ബർത്ത്ഡേക്കൊന്ന് ഗ്രില്ലടിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഹാൻഡ്സമായി. ഒരാൾക്ക് ഇവിടെ ഇറങ്ങാണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ കുറച്ച് വീഡിയോ ഷോർട്സ് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വഴിയേ വരും. ഇനി അടുത്ത ഒരു സ്ഥലമുണ്ട്. അതും ഒരു സർപ്രൈസ് ആണ്. അത് നമ്മൾ പെട്ടെന്നുള്ള പ്ലാനിങ്ങുകളാണ് കേട്ടോ അതൊക്കെ. അപ്പൊ നമ്മളിനി അങ്ങോട്ട് പോവാം. അപ്പൊ അതും കൂടി നിങ്ങൾ കാണാം. അപ്പൊ ആദ്യത്തെ ഇങ്ങോട്ട് പോയോണ്ടിരിക്കുക കടലിലേക്ക്. അപ്പൊ അടുത്ത ഇതിലേക്ക് കാണാം. നോക്കൂ ഗൈസ്, നമ്മൾ വിഴിഞ്ഞം ഹാർബറിലെത്തി. വിഴിഞ്ഞത്തെത്തി ഗൈസ്. ഒമ്പോ ഷിപ്പ്
ഇവിടെ ഇപ്പൊ ഇന്ന് നമ്മള് മുമ്പൊക്കെ വന്നപ്പോ കാണാത്ത 2 കാഴ്ച വന്നു. ഒന്ന് പാരഗ്ലൈഡിങ് ഉണ്ടായിരുന്നു, നമുക്ക് കാണാനുണ്ടെന്ന് അറിയില്ല. കണ്ട ഒരു ഒരു പാരഗ്ലൈഡിങ് ആണ്. പിന്നെ സൂര്യൻ അസ്തമയം, പിന്നെ ഒരു ഷിപ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ട് ഷിപ്പ് അതിപ്പോ കട മൂടി, കടയല്ല കണ്ട. എന്നാലും ഫിഷിംഗ് ഷിപ്പാണ് തോന്നുന്നത്. ഇത് തോട്, വിഴിഞ്ഞം പുഴ. എന്നിട്ട് ഇത് കടലക്കായല. അപ്പൊ ഗൈസ് ഞങ്ങളിത് വിഴിഞ്ഞം ഇവിടെ എത്തി. ഫർസാന്റെ മുന്നിലാണ് ഇതാ കാണുന്ന ഹോട്ടൽ ഫർസാൻ. ഇതാണ് ഫർസാൻ. അപ്പോൾ ഓ അതൊക്കെ പുതിയ തന്നാ. അവിടുത്തെ ക്രെയിനെ കാര്യമായിട്ട് അപ്പോൾ പറയണേ. ആ ക്രെയിനൊക്കെ പുതിയ തന്നാ. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ബോട്ടുകളും കടലും ഒക്കെ അടുത്താണ്. അവിടെ വേണ്ട, അവിടെ ഒരു ഈശോ ഉണ്ട്. അപ്പോൾ പൊന്നോ അതെ ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ ചായ ഇവിടുത്തെ ഒരു സുലൈമാനി ഉണ്ട്, അത് സ്പെഷ്യൽ സുലൈമാനിയാണ്. നമ്മുടെ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാവും, അറിയും സാധനം. അപ്പോൾ ഈ വീഡിയോയിൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ സുലൈമാനി അവിടെ നിന്ന് നമുക്ക് മേടിച്ചിട്ട് പൊന്നിന് അവിടെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ അവിടെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഷെഫീക്ക്. അപ്പോൾ അവനവിടെ ഉണ്ടെങ്കിൽ അവൻ്റെ ഉപ്പയാണ് അവിടെ ചെയ്യാറ്. അപ്പോൾ അവൻ്റെ അടുത്ത് ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ട ഒരു സുലൈമാനി കിട്ടും നമുക്ക്. അപ്പോൾ പോയി മേടിച്ചിട്ട് ഇവിടെയൊക്കെ വലയൊക്കെ ചെയ്യുന്നുട്ടാ. അപ്പോൾ വേണ്ട വലയൊക്കെ ചെയ്യുന്ന ചേട്ടൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മുടെ പൊന്നൂനുള്ള സർപ്രൈസ് വണ്ടിയുടെ ഉള്ളിലിരിക്കുകയാണ്. അത് ചീഞ്ഞാവോ ഇരുന്നത് ഒലിച്ചുണ്ടാവോ എന്ന് തോന്നണേ. അതെ അത് തോന്നുന്നുണ്ട്. കാരണം അത് അവിടെ നമ്മള് പൊന്നു സാധനം അതിനുള്ളിൽ ഇരുന്ന് ലാസ്റ്റ് എടുക്കുമ്പോ നമ്മൾക്ക് ചാറായിട്ട് തട്ട് മാത്രം കിട്ടുന്നുണ്ട്. സ്പോഞ്ച് ക്രീം. അപ്പൊ ഫർസാനിൽ പോയിട്ട് ചായ സെറ്റാക്കിയിട്ട് വരാം. അതെ അവർ വന്നിട്ട് ഹായ് കാണിക്കുക വണ്ടിയിൽ വന്നിട്ട് പോയിട്ട് അതെ പോയിട്ട് ചായ സെറ്റാക്കട്ടെ. ഓക്കെ ഇതാണ് നമ്മുടെ ഷെഫീക്ക്, നമ്മുടെ ചങ്ക് ബ്രോ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം റെഡിയാവും, സീറ്റും റെഡിയാവും. കൂടെ കാണാൻ തന്നെ രണ്ട് കുത്ത് ഗോൾഡൻ. പപ്പു ഒരെണ്ണം കൊണ്ടുപോയിട്ടൊന്ന് സെറ്റാക്കിട്ട് വാ അവൾക്ക്. എന്നിട്ട് നീ ഇങ്ങോട്ട് പോന്നോ? വേണ്ടോ, അത് കുഴപ്പമില്ല. ദീപം അതെ നമ്മുടെ പൊന്നിന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണെന്ന്. ഇന്ന് 12 മണിക്കല്ല, ഇന്ന് പുലർച്ചൊക്കെ ഇന്നാണ് ബർത്ത്ഡേ. അപ്പൊ ഇന്ന് ഞാൻ കേക്ക് കട്ട് ചെയ്യാനായിട്ട് കൊണ്ടുണ്ട്. അവൾക്കറിയില്ല വണ്ടിക്കുള്ളിൽ. അതെ, അപ്പൊ മുകളിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ണി എണീക്കും. അപ്പൊ ഞാൻ അവന് കൊണ്ടുവരാം. നമ്മള് മറ്റേ തന്നെ അല്ല, അമൂറല്ല, അമൂർ വേറൊരെണ്ണാണ് വലുതാണ് കഴിച്ചത്. എങ്ങനെയുണ്ട് ഇത് എന്ന് പറയുമ്പോൾ ഇത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും ബ്രോ. അപ്പോൾ ഹമൂർ കഴിച്ച് കുറുവല കഴിച്ച് രണ്ട് ടേസ്റ്റ്. ഇത് വേറൊരു ടേസ്റ്റ് മതി. അതാകുമ്പോഴും 3 അല്ലെങ്കിൽ എന്നും വന്ന് ഹമൂർ കഴിച്ച് നമുക്ക് ഇത് ഇരിക്കില്ല.
ഏതാ ടേസ്റ്റ് വരിക? ഞാൻ പറഞ്ഞില്ലേ ഓരോന്ന് ഓരോ അതല്ല, നീ അന്ന് പറഞ്ഞ അമൂറാണ് ടേസ്റ്റ് ഏറ്റവും കൂടുതൽ. എങ്കിൽ അമൂർ തന്നെ എടുക്കാം, നിന്റെ ഇഷ്ടം. അപ്പോൾ ഏതാണ് നല്ലതെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാത്ത ഏതാണെന്നുണ്ടെങ്കിൽ അത്. 3 ആൾക്ക് കഴിക്കണം. 3 ആൾ കഴിക്കണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 ഐറ്റം കൊടുക്കാം. ചെറുതുകൾ 2 ചെറിയ സൈസ് മതി. ചെറിയ സൈസ്. പിന്നെ നിങ്ങളെ പൊറോട്ടയും ഐറ്റംസും ഓക്കെ. അപ്പം ഇതാണ് അപ്പോഴേക്കും ഞാൻ സെറ്റ് ചെയ്യാം. അരെ പൊന്നപ്പൻ, പൊന്നപ്പൻ്റെ സലേമാനി. ഇതൊന്ന് കട്ടൻ ചായ അല്ലേ? പൊന്നിന്റെ മൂഡ് മാറ്റാൻ വേണ്ടിട്ട് കൊണ്ടുവരണാണ് കൈസ് ഇങ്ങോട്ട് കട്ടൻ ചായ കുടിക്കാൻ. അല്ല ഒരാളിന് കൂടി നോക്കിയ പൊട്ടനായിരുന്നു ഞാൻ. ഗൈസ് അടിക്കുട്ടൻ പോവാണ് ഗൈസ്. ഞങ്ങൾ അങ്ങോട്ട് നടക്കണം. ആദ്യക്കുട്ടൻ എണീറ്റു. പൊന്നു നടന്നു വരുന്നത്. പൊന്നു വീഡിയോന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നടന്നു വരുന്നതാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് ഇരിക്കാനായിട്ട് പോവാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഫിഷൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് കയറാൻ പോകണം. മുസ്ലിം പള്ളി ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ മുസ്ലിം പള്ളിയിലേക്ക് എത്തി. പൊന്നപ്പൻ പൊന്നപ്പൻ നമ്മുടെ പഴയ പോലെ നമ്മുടെ പഴയ സീറ്റിനെ പിടിച്ചിട്ടുണ്ട്. അല്ല ഇത് അല്ലല്ല നമ്മളെ ലാസ്റ്റ് സീറ്റില് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചെമ്പല്ലി മാത്രം, ചെമ്പല്ലി 1 കിലോ. അത് തിന്നാൻ തന്നെ പൈസ ആവുന്ന പറഞ്ഞത്. അതിലെല്ലില്ല. അപ്പൊ നമ്മുടെ അടിച്ചുകൂട്ടൻ ഈച്ചുണ്ട്. ആദ്യം സെറ്റായിട്ടിരിക്കുകയാണ് കണ്ട. സുമ്പുട് നേരെ ഇരുന്നിട്ട് ആദ്യം വർത്തന പോലെയൊക്കെ ആദ്യം തലയിൽ വെച്ചിരിക്കണേ. ആദ്യം സമ്മതിക്കാറില്ല ഇങ്ങനെ സാധനം വയ്ക്കാനായിട്ട്. ഇപ്പൊ വൈബ് കണ്ട ഗൈസ്. ഇങ്ങനെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ അങ്ങനെ അങ്ങോട്ട് കാണാം. കണ്ട പൊള്ളിയാണ് കേട്ടോ അവിടെ. ആറെണ്ണുള്ളോ ഗൈസ്. നമ്മുടെ അപ്പം ഞാൻ ഇത് ഇവിടുന്ന് ബാക്കി വന്നത് ബാലൻസ് പൊതിഞ്ഞു വന്നിട്ട് പൊറോട്ടയും അപ്പൊക്കെ വന്നിട്ട് ആദ്യം പാപ്പൊക്കെ ഇരുന്ന് കഴിക്കുന്നതാണ്. മീൻ സാധനത്തി സാധനം വന്നു ഗൈസ്. നിങ്ങൾ സൂം ചെയ്തുകൊണ്ട് കാണും. ഇത് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത്. ഇത് 3-ാം പ്രാവശ്യമാണ് ഗൈസ് നമ്മൾ വരുന്നത്. അപ്പൊ അവനെവിടെ നമ്മുടെ ഐറ്റം താരം
ചെമ്പല്ലി പൊള്ളിച്ചത് ഗ്രിൽഡ് ഗൈസ്. അപ്പൊ അപ്പം പറഞ്ഞത് ആഴ്ച വീഴിട്ട പൊന്നോ മസാല കൂട്ട് എന്താ അറിയുന്നില്ലേ ഗൈസ്, സ്പെഷ്യൽ മസാല ഒരു പിടിയില്ല ഗൈസ്. ഇത് അത്രയും ടേസ്റ്റാണ്. ഇവിടെ 2 തവണ വന്ന് കഴിച്ചതും 2 വെറൈറ്റി. കൊടുക്കത് കുറച്ച് തുണ്ടെടുത്ത് കൊടുക്കുവനെ. ചൂടടാ നമ്മുടെ മുന്നിൽ വെച്ചാൽ അവര് സെറ്റ് ആക്കിട്ട് അത് അധികം മുള്ളും ചേട്ടാ ഇതേ ആണ്. ബോണസ് ആണ്. അപ്പോ ബർത്ത്ഡേ സ്പെഷ്യൽ ഡിന്നറിന് അപ്പൊ ഹാപ്പി ബർത്ത്ഡേ പൊന്നോ. താങ്ക് യു. കുഞ്ഞു പറോട്ട നല്ല സോഫ്റ്റ്. ഡിന്നർ കഴിക്കാണ് ഗൈസ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നെഞ്ചിലിരുന്നു കൊണ്ട് പള്ളിയെയും മോസ്കിനെയും സാക്ഷിയാക്കി ഞാനിതാ എൻ്റെ ഈ ബർത്ത്ഡേ ഡിന്നർ സാപ്പിടുക. എല്ലാവർക്കും എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഒരു കഷ്ണം നിങ്ങൾക്കായിരുന്നു. എൻ്റെ മസാലയും അതൊക്കെ ഈ പൊറോട്ടയിൽ എടുത്തിട്ടുണ്ട് ഗൈസ്. ഞാനൊരു പിടിക്കാൻ പോവാണ്. അയ്യോ, ഇപ്പം ഞാനിവിടെ ധാവനടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവനെ കാണിച്ചാൽ ഞാൻ ചോദിച്ചിട്ടില്ല റെസിപ്പി എങ്ങനെയാ പറയാ, അതാർക്കും അറിയില്ല. ഇവിടുത്തെ ഷെഫീഖിന്റെ ഉമ്മ വീട്ടിൽ നിന്ന് അരപ്പ് കൊടുത്തതാണ്. അതുകൊണ്ട് അടിപൊളിയാണ്. അത് ഞാൻ അരപ്പനെയാണ് അതിന്റെ ഒരു റേറ്റ്. ഏത് ഫിഷിൽ അവരിടുമ്പോഴും ഈ അരപ്പനെയല്ല അല്ല വേറെ വരെ ഫിഷിന്റെ ടേസ്റ്റ് വേണം. പക്ഷെ ഈ അരപ്പ് എന്തൊക്കെ ചേർക്കണ മനസ്സിലാവുന്നില്ല. ഒരു പൊറോട്ട ഒരു പൊറോട്ട ഇങ്ങനെ കീറിയെടുക്കുക. അത് ഇങ്ങനെ ഒരു ഇതിന്മേ ഇങ്ങനെ പിടിച്ച് ആ ഇറച്ചടക്കം ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ചാറിൽ നൈസായിട്ടൊന്ന് പരിപോകും. എന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കഴിക്കുക. ഞാൻ ഇന്നലെ 12 മണി, എല്ലാ ദിവസവും 12 മണിക്കാണ് ഗൈസ് കേക്ക് കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ ഉറക്കത്തിൽ വിളിച്ചേൽപ്പിക്കുക. അങ്ങനത്തെ പരിപാടികളൊക്കെ സാധാരണ. പക്ഷേ ഇത് എന്നോട് പറഞ്ഞ് നമ്മളെല്ലാവർക്കും പോയിട്ട് വൈകുന്നേരം വീട്ടിൽ പോയിട്ട് മുറിക്കാന്ന് പറഞ്ഞു. ഇവിടെ ഇവരെടുത്ത് ഷെഫീഖിന്റെ അടുത്ത് മേടിച്ചു വയ്ക്കാൻ പറഞ്ഞു. പ്ലം കേക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കറിയാത്ത ഒരുപാട് പേരുടെ മുമ്പിലാണ് ഞാൻ. ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യം.
ആ ഇത് ഞാൻ ആദ്യത്തെ എക്സ്പീരിയൻസ് എനിക്ക് അറിയില്ലാത്ത ഒരുപാട് പേരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ ഫുഡ് കഴിഞ്ഞവരെല്ലാവരും ഓടി വരിക, വരാത്തവർക്കും എല്ലാവർക്കും ഇരുപടത്തായിരുന്നു വരും. കഴിഞ്ഞ വർഷം നാട്ടില് പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ ഒപ്പായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം അവരില്ലാത്തതിന്റെ സങ്കടമായിരുന്നു. എന്താ പേര്? അപ്പൊ ഇവിടെ ഒരു ബ്ലോഗ് പുതിയത് ആയിട്ട് വന്നിട്ട് അപ്പൊ ഇവിടെ മഹേഷ് എന്റെ ടീമിക്ക് ഇവിടെ ചേട്ടൻ വരുന്ന അജിമോൻ എന്റെ ടീമുണ്ട് ഇവിടെ. എനിക്ക് അറിയില്ല ഇവിടെ അപ്പൊ ഇവിടെ റാഫി ബോയ് ഉണ്ട്, അവര് എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഇവിടെ അപ്പൊ അപ്പൊ രണ്ടുപേരുണ്ട്. ഒരു ലേഡി അവ എനിക്ക് വൈകുന്നുണ്ടോ ഇന്ന് എല്ലാ ദിവസവും പുലർച്ചെ 12 മണിയാകുമ്പോൾ കേക്ക് കൊണ്ട് വരാം. അപ്പൊ അത് ഇന്നലെ പ്രതീക്ഷയോട് കൂടി ഞാൻ ഇരുന്ന് ഒരു വീഡിയോ ഒക്കെ പ്രതീക്ഷിക്കാൻ ആരും വന്നില്ല. ഇല്ല നമുക്കെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ പോയിട്ട് വേറെ കാര്യങ്ങളാണ് അങ്ങനെ ഇതിവിടെ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ ഇവരെ കൊണ്ട് മേടിപ്പിച്ചതാണോ? അല്ല, എന്താ സംഭവിക്കും മനസ്സിലാവും, വഴിയെ മനസ്സിലാവും. മാനത്തൊന്നും പൊട്ടിരുന്നു പിന്നെ. അപ്പൊ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാറിൽ നിന്നുകൊണ്ട് എനിക്ക് അറിയാത്ത ഒരുപാട് പേരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു കേക്ക് കട്ടി. നമ്മുടെ ചാനലില് താടിയും പൊട്ടും സബ്സ്ക്രൈബ് നോക്കിയോളൂ. താടിയും പൊട്ടും ഒഫീഷ്യൽ പേജ്. അതെ താടിക്കാരുണ്ട്, താടിക്കാരുണ്ട്. എല്ലാവർക്കും കൊടുക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും ഡിസ്ട്രിബ്യൂഷൻ നടത്താം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ഫോളോ ചെയ്യണേ. താടി തും എല്ലാ ദിവസം 12 കൊണ്ടുപോകാൻ. അപ്പൊ ഞാൻ അതിന് അപ്പോൾ സപ്പോർട്ട് ചെയ്തോ. അടിപൊളി ഇൻസ്റ്റയിലും യൂട്യൂബിലും. ഇനി ഇതൊന്നും ശരിയാക്കിയതാ. താങ്ക് യു. നിങ്ങൾക്ക് ഹാപ്പി മാരീഡ് ലൈഫ്. ഇതൊന്നും ശരിയാക്കിയതാ. ചന്നം പെണ്ണ് അവസാന നിമിഷം പറ്റിയത്.
എല്ലാവരും കയ്യില്ലേ ബാക്കി വായലും താങ്ക് യു അതടിപൊളി താങ്ക് യു. അപ്പൊ ഫാമിലിയിലെ എല്ലാവരോടും അന്വേഷണം പറയാം കണ്ട സപ്പോർട്ട് ഉണ്ടാവും. താങ്ക് യു. എന്നെ ചതിച്ചു താങ്ക് യു. എങ്ങോട്ടോ പോയി വായൽ വെച്ച് കൊടുക്കട്ടെ ഗൈസ്. എനിക്ക് വേണ്ട എന്റെ കിട്ടിയന്റെ കൂടെ സർപ്രൈസ് തന്നത് ആരാണെന്ന് അറിയാമോ ഗൈസ്? അതിലൊന്നും വെച്ച് തരില്ലേ? വായിൽ വെച്ചു ഞാൻ കട്ട് ചെയ്ത് ശരിയില്ലേ ചന്നം പിന്നെ മുറിച്ചു അപ്പ ആറ്റതി പോയി. എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അയ്യോ താങ്ക് യു. സൂപ്പറായിരുന്നു. താങ്ക് യു. ഗൈസ് അങ്ങനെ നമ്മള് ബർത്ത്ഡേ സർപ്രൈസുകളെല്ലാം കഴിഞ്ഞ് കൺഫ്യൂഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഡേ എല്ലാവരും ടയേർഡായി. വിച്ച് ഇവിടെ ഉണ്ട്, ആദിസ് ഉണ്ട്, അപ്പസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡിമോസ് ഫർണിച്ചർ ആ ടീം അവർ ഇത് നമ്മളെ വിച്ചുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എൻ്റെ ബർത്ത്ഡേ ബന്ധപ്പെട്ട് പുറത്ത് പള്ളിയിൽ ഒക്കെ പോകാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. നമ്മളിത് ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ സമയം അത്ര 9 മണി. അപ്പോൾ അവർ ഓൾറെഡി കുറേ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ വീണ്ടും ഒരു ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് അടുത്തത് ന്യൂ ഇയർ ഗിഫ്റ്റ്, ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ത് വേണമെങ്കിൽ പറയാം അല്ലേ, നമ്മുടെ ഡിമോസ് ഫർണിച്ചർ ഗൈസ്. അപ്പോൾ ഇതാ ഒരു കിഡ്സില്ലേ നമ്മൾ തുറന്ന് കാണിക്കാം. ഇപ്പോൾ അവർ നമ്മളിവിടെ ഉണ്ടായില്ല. അപ്പോൾ അവർ ഞങ്ങളിവിടെ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളില്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ കാൽപോർച്ചിൽ വെച്ചോളാൻ പറഞ്ഞവരോട്. അപ്പോൾ ഡബിൾ ഈ മറ്റേ സ്റ്റാൻഡാണ്. നല്ല ഭംഗിയുള്ള ഫോട്ടോ അവർ തന്നെ തന്നിട്ടുണ്ട്. എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കാം. നമ്മള് വിഴിഞ്ഞത്താണുള്ളപ്പോഴാണ് അവര് വിളിച്ചത്. ആ ടൈമിലാണ് വിളിച്ചത്. അപ്പൊ പിന്നെ വേളിയില് അപ്പൊ നമ്മള് ഇപ്പോഴാ വന്നത്. അപ്പൊ അത് കാരണം അവര് വന്ന് ഓൾറെഡി വന്ന് അവരുടെ സ്റ്റാഫ് വന്നു. അപ്പൊ നമ്മൾ ഇല്ലപ്പോ എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോ നമുക്ക് എന്താ ഗിഫ്റ്റ് ഈ ഗിഫ്റ്റ് അറിയണ്ടായില്ല. വേറെ ഗിഫ്റ്റുകളൊക്കെ നമ്മൾ തന്നിട്ടുണ്ട്, അതൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചപ്പോൾ നമ്മളോട് ഉണ്ടായില്ല. അപ്പോൾ ഇതാണ് ആ ഗിഫ്റ്റ്. എല്ലാ ഗിഫ്റ്റുകളും നമ്മുടെ ഡിമോസ് ഫർണിച്ചറായിട്ടുള്ള ആ ഒരു ഇതൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അത് ബർത്ത്ഡേ ഗിഫ്റ്റും ന്യൂ ഇയർ ഗിഫ്റ്റും എല്ലാം കൂടിയുള്ള ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ നവീദ് ബ്രോ ഒരുപാട്
അടിപൊളി അപ്പൂസിന്റെ അത്ര ഉണ്ട് എന്റെ അടിപൊളിയാട്ടാ. ഞാനിതുപോലെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അവരെന്നെ ഒരു ഫോട്ടോ തന്നിട്ടുണ്ട്, അതൊക്കെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ ന്യൂ ഇയറിന് ഏറ്റവും വലിയ സർപ്രൈസുകൾ തന്ന ആൾക്കാരാണല്ലേ, ന്യൂ ഗിഫ്റ്റുകൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആൾക്കാരാണ് അതൊക്കെ. അപ്പൊ ഗൈസ് ഞങ്ങള് മുകളിലെത്തി. അപ്പൊ പിന്നെ പറയും പൊന്നുവിന്റെ ബർത്ത്ഡേ വ്ളോഗ്. ഗൈസ് എന്റെ ഇവിടെ എന്തോ കളിച്ചു ഗൈസ്. ബർത്ത്ഡേ വ്ളോഗ് എന്തോ ഒരുപാട് സർപ്രൈസുകൾ, പെരുമഴയാണ്. എല്ലാം കഴിഞ്ഞ് സർപ്രൈസ് ഒക്കെ കഴിഞ്ഞ് വന്ന് തിരിച്ചു കയറിയപ്പോ വേറൊരു ഡിമോസിന്റെ വലിയൊരു സർപ്രൈസ് അതവിടെ. അപ്പോ ഇനിയിപ്പോ വീഡിയോ പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് എല്ലാം സമാധാനപരമായി വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ വാശി തുടങ്ങി, ഇപ്പൊ ആളിത് അവിടെ ഒതുങ്ങിയിരിക്കുന്നു. അപ്പൊ അതെ, അപ്പോ വലിയ അധികം തിക്കും തിരക്കൊന്നും ഇല്ലാത്തൊരു നോർമൽ ഒരു ബർത്ത്ഡേ ആണ് എന്നാണ് വിചാരിച്ചത്. കാരണം 12 മണിക്ക് ഇവർ ഓഫ് കോഴ്സ് വിഷ് ചെയ്തു. എല്ലാം എൻ്റെ ബർത്ത്ഡേക്കും ആദ്യം ഉറങ്ങാറില്ലേ കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ഉറങ്ങണം അവൻ ഉറങ്ങാറില്ല. അത് ഇവരെല്ലാവരും കൂടി ഇന്നലെ വിഷ് ചെയ്തു. പക്ഷെ ഇവരത് വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ വേറെ ബർത്ത്ഡേ വീഡിയോൻ്റെ ഇതൊക്കെ എഡിറ്റ് ചെയ്യാതിരിക്കണതുകൊണ്ട് കമ്മ്യൂണിറ്റി ടാബൊക്കെ ഇടാൻ വേണ്ടി ഇരുന്നുകൊണ്ട് വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ വിചാരിച്ച അവർ ഇങ്ങനെ 12 മണിയാകുമ്പോൾ കേക്ക് കൊണ്ടുവരും, ഹാപ്പി ബർത്ത്ഡേ പറയും. അപ്പോൾ അത് കുറച്ച് നാളുകളായിട്ട് അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെയാണ്. അപ്പം ഞാൻ കാണാതെ പോയി ചോദിച്ചു. പിന്നെ ഓരോരുത്തരായി വിഷ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഫാൻകള്, നിജുട്ടി, മമ്മി, പിന്നെ ഇപ്പോഴത്തെ വീട്ടിൽ അവർ സൗദിക്ക് പോയി, നന്ദുവിൻ്റെ ഫാമിലി. അപ്പം അങ്ങനെയൊക്കെ ഓരോരുത്തരൊക്കെ കുറേ പേര് പിന്നെ രാവിലെ തന്നെ വിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിയ, പിന്നെ അപ്പുറത്തുള്ള അലീന, അരുൺ, കുറേ പേര്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ട്, അബി, പിന്നെ ഷീനേച്ച്, അങ്ങനെ ഒരുപാട് പേര് നമ്മൾക്ക് പേഴ്സണലിയും അല്ലാതൊക്കെ ലോഡ് വിഷയത്തിൽ ചില പേര് എല്ലാ രീതിയിലും ഇൻസ്റ്റയിലാണെങ്കിലും ഇതൊക്കെ വന്നിട്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മള് റിപ്ലൈ എല്ലാവർക്കും തരാം. ഫർസാനിലിരിക്കുമ്പോ തന്നെ ഒരു ലോഡ് ഫർസാനിലിരിക്കുമ്പോ ഞാൻ ഒരിക്കൽ പോലും അറിയാത്ത ഒരുപാട് പേരുടെ വിഷസ് എനിക്ക് കിട്ടി. അപ്പൊ അതൊരു സർപ്രൈസ് അല്ലേ എന്ന് അവിടെ ഒരു ബ്രോ പറഞ്ഞെടുത്ത്, ആടി ബ്രോ. പുള്ളി ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പൊ ആള് മറ്റേ വിസ്മയ ന്യൂസോ അതിലത്തെ പറയുന്ന ആളില്ലേ, അതുപോലെ എനിക്ക് തോന്നി. അപ്പൊ ആള് അത് നല്ലതല്ലേ, അടിപൊളിയല്ലേ, അടിപൊളി അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ശരിയാണ്, ആരും ഞാൻ അറിയില്ല. അവരെല്ലാവരും എന്നെ വിഷ് ചെയ്യുന്നു, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് കൈയടിക്കുന്നു. അവരെ മുമ്പിൽ ഞാൻ കൈ കട്ട് ചെയ്ത് എല്ലാവരും കൊടുക്കും. അതൊക്കെ അടിച്ചുകൂട്ടാൻ വേണ്ടിട്ട് അടിച്ചുകൂട്ടാൻ ബി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് സന്തോഷമാണ് ആൾക്കാർ പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ തന്നെ ആൾ വീട്ടിൽ വന്നപ്പോ കളിയൊക്കെ തുടങ്ങി ഗൈസ്. അപ്പൊ എന്താ പറയാ, ഒരുപാട് ഇരട്ടി മധുരങ്ങൾ ഒരുമാതിരി ബർത്ത്ഡേ ആയിരുന്നു സ്റ്റാർട്ടിങ് രാവിലെ. അതിന്റെ ഹാപ്പി ബർത്ത്ഡേ വൈകി. അപ്പൊ പായസം ഉണ്ടാക്കണമെന്ന് എടുക്കാൻ പറ്റിയില്ല, എടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങള് പിന്നെ പുലർച്ചൊക്കെ ഏർലി മോർണിംഗ് ആണ് ഉണ്ടാക്കിയത്. പിന്നെ അവനെ വൈറ്റമിൻ കൊടുക്കാൻ പോണ ഒരു ഇതായിരുന്നു മനസ്സില്. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോവാ, ക്യാൻറ്റീനിൽ കത്തിക്കാം, അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. അത്രയാണ് എനിക്കറിയുള്ളൂ, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോ കേക്ക് വൈകുന്നേരം നമുക്ക് പോണ വഴിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അത് അത്രയും എനിക്കറിയുള്ളൂ എൻ്റെ ബർത്ത്ഡേക്ക്. പിന്നെ അത്രയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലാനിലാണ്. അപ്പൊ വൈറ്റമിൻ കൊടുക്കാൻ പോയപ്പോ അതിന്റെ ഇടയിൽ ഒരു തരം ഇഞ്ചക്ഷൻ കൊടുക്കാണ്ടായിരുന്നു. അപ്പൊ അതും കൊടുത്തു. അപ്പൊ എനിക്ക് അപ്പൊ അവിടെ ഒരുപാട് സമയം വൈകി. അവിടെ ഒപ്പി എടുക്കണം, പിന്നെ വൈകി നിൽക്കണം, നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ടൈം വൈകി. ഇപ്പൊ നമ്മുടെ ടൈമിങ് മൊത്തം തെറ്റി. അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിയുമ്പോ തന്നെ തിരിച്ചു വരുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവൻ ഹെൽത്തില് കാറിൽ അവിടെ ഇറങ്ങി ഹെൽത്തിൽ കിടന്നുറങ്ങി. നമ്മളിവിടെ ഇഞ്ചക്ഷൻ അത് കഴിഞ്ഞ് വന്നിട്ട് ആണ് പിന്നെ ഇവര് തമ്മിൽ പ്ലാൻ ചെയ്തിട്ട് പ്ലാനുകളൊക്കെ മാറിയെന്ന് പറയുന്നു. എനിക്കിപ്പോഴും കേക്ക് എങ്ങനെയാണ് അവിടെ വന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ വിചാരിച്ചിരിക്കുന്നവരിൽ ആരെങ്കിലും പരിചയമുള്ളവർ കൊണ്ടുവന്നതാണ്. അത് മാത്രമല്ല, ഞാൻ പെട്ടെന്ന് കുറെ പേര് വന്നപ്പോഴേ ഇവനറിയുന്ന അറിയില്ലാണോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ ഇനി വിളിച്ചു വരുത്തിയതാണോ, എല്ലാവരും പെട്ടെന്ന് ആ സമയത്ത് കേക്ക് വന്ന സമയത്ത് അവിടുന്ന് കൊടുത്തൊക്കെ അതുവരെ ആരും ഇല്ല അവിടെ നമ്മള് റെസ്റ്റോറന്റില്. കൺഫ്യൂഷൻ അത് പിടിക്കും. ആദ്യം എന്റെ ദൈവമേ 12 വർഷമാണ്.
അവൻ കേക്ക് പൊന്നു ഫുൾ വിചാരം ഞാൻ അവിടെ ഞങ്ങള് മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ ഞങ്ങള് മാത്രമായിരുന്നു ഈ ഡിന്നറിന്റെ പറക്കാനില് പിഴിഞ്ഞെത്തിരിക്കുമ്പോ ഉണ്ടായിരുന്നു. കേക്ക് വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞു പല ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ സീറ്റിൽ വന്നിരുന്നു. അപ്പൊ എനിക്ക് കൺഫ്യൂഷനായി. ഇവനാണെങ്കിൽ ഗൈസ് എല്ലാവരും നോക്കുക, എന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാവരും ഓ വണ്ടർഫുൾ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അടിപൊളി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞപ്പോ എന്റെ വിചാരം ഇവരെങ്ങാനും ഇവനെ പരിചയമുള്ള ആരെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒപ്പം വർക്ക് ചെയ്യുന്നവരാണോ, അതല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എങ്ങാനും പറഞ്ഞു വന്നു ഇവരൊക്കെ എങ്ങനെ വന്നു, ഇതൊക്കെ ആരാണ്, ആരെങ്കിലും ആണോ കേക്ക് കൊണ്ടുവന്നത്. ബർത്ത്ഡേ ഏജന്റ്സ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ നമ്മുടെ ഷെഫീക്ക് നമ്മുടെ അതിന്റെ ഓണർ ഷെഫീഖിനോട് മുന്നേ ഒരു വിളിച്ച് പ്ലാൻ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഷെഫീഖിനോട് ചോദിച്ചപ്പോ ഷെഫീഖ് അതൊക്കെ ഉണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പൊ ഇവര് പറഞ്ഞു എന്നോട് വീഡിയോ വരുമ്പോ കണ്ടാ മതി എങ്ങനെയാണെന്നാണ്. ചിലപ്പോ ഷെഫീഖിനെ വിളിച്ച് പറയണതോ അല്ലെങ്കിൽ ഷെഫീഖ് പേടിക്കണതോ എന്തെങ്കിലുമൊക്കെ ഇവര് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവര് പേടി എടുത്തു വെച്ചിട്ടുണ്ടാവും. അതാവുക അത് പറയണ്ടാവുക. അപ്പൊ എന്തായാലും അങ്ങനെ സർപ്രൈസ്. അപ്പൊ ഡിമോസ് വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മളെ. നമുക്ക് ന്യൂ ഇയറിനും അടിപൊളി ഗിഫ്റ്റുകൾ തന്നത് അത് കാണിക്കാൻ നമ്മളൊരു ഇപ്പതാ ആ ഗിഫ്റ്റിന്റെ ഒപ്പം വേറൊരു ഗിഫ്റ്റ് വന്നത്. അത് തന്നെ ബർത്ത്ഡേ ദിനത്തിൽ തന്നെ ഇവിടെ എത്തിയിട്ട് നമ്മളിവിടെ ഉണ്ടായില്ല. കുച്ചിനെ വിളിച്ചപ്പോ നമ്മൾ വേടി പള്ളിയിലായിരുന്നു. നമ്മളിപ്പതേ നൈറ്റ് വന്നോളൂ. അപ്പൊ അവരോട് ഇവിടെ വെച്ച് പൊക്കളം പറഞ്ഞ സ്റ്റാഫ് കൂടെ വെച്ചു. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആക്ച്വലി ഫുഡ് ഫാക്ടറിയിലെ ഈ കിള കയ്യിൽ നിൽക്കുന്ന ആ ഒരു ചെടി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ ഇതുമ്പോ 2 എണ്ണം വെക്കാം. അതെ, ഡിമോസിന്റെ നവീത് അവിടെ നിന്ന് വിളിച്ച് അയച്ചിട്ടുള്ള അടിപൊളി പീസ്ഫുൾ ഒരു ബുദ്ധ. അപ്പൊ കേറിയിരുന്നറ ഇവിടെ ഡിമോസിന് വേറെ ഇട്ടിട്ടില്ല നമുക്ക് ബുദ്ധിന്റെ. അതിപ്പോ ഫസ്റ്റ് വെക്കാം. ചിമ്പും കൂടി സഹായിക്കുന്നുണ്ട്. ഇതുമ്മ മറ്റേ സാധനം വെച്ചിട്ട് ഇതുമ്മ ഒരു ബുദ്ധനെ വെച്ചിട്ട് വീട്ടിലെ ബുദ്ധ ബുദ്ധ അങ്ങനെ ഇടുന്നേ. ഞാൻ ബുദ്ധനാവും. അപ്പൊ പറയാതെ വയ്യാവും. സാധനങ്ങൾ അവിടുത്തെ ഐറ്റംസ് ഡെക്കറേഷൻ ഐറ്റംസ് ആണെങ്കിലും നല്ല ഓഫറുകളും നമ്മൾക്ക് ഇഷ്ടമുള്ള ആപ്റ്റായ സാധനങ്ങൾ അവര് നമുക്ക് തന്നെ ഒരു കസ്റ്റമൈസ് ചെയ്ത് ചെയ്യും. അല്ലെങ്കിൽ അവരെ ഇതാണ് ഗൈസ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് പിന്നെയും അയച്ചെന്ന ഐറ്റം. അതെ, ഇതാ അവരുടെയാണ്. വുഡ് കാസോ അവരുടെ ഓൺ സംഭവമാണ്. അവരുടെ ഓൺ പ്രൊഡക്റ്റ് ആണ് ഇത്. ഞാൻ സെറ്റ് ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ 2 സൈഡ് ടേബിളും അത് ഞാൻ മാറ്റും. അവിടെ ഞാൻ വെക്കും. എന്നെ ഞെട്ടിച്ചൊരു സാധനമാണ്. ഞാൻ അവര് തന്നെ അന്ന് അവിടെ നമുക്ക് തന്നത് നമ്മളിങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇതാണ്. പക്ഷെ ഇത് ഞാൻ ഇതിൽ വെച്ചിട്ട് ഇവിടെ ബുദ്ധനെ വെക്കും. അപ്പോ ഇതിന് ഇരട്ടി മധുരം എന്നാണ് പറയാ. അല്ലാത്ത കാരണം ന്യൂ ഇയറിന്റെ അവരുടെ ഗിഫ്റ്റുകൾ നമ്മൾ കാണിക്കാം. അത് അതിനുള്ള ഗിഫ്റ്റുകളാണ് ഇത്. അതെന്റെ ബർത്ത്ഡേ ദിനത്തിലെത്തി, ന്യൂ ഇയറിനെത്തിയത് ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും ഡിമോസിന് താങ്ക് യു സോ മച്ച്. താനും കൂടി നിന്ന് പറയുന്നത് നവീൻ ബ്രോയ്ക്ക് അതിലേറെ താങ്ക് യു. ഡിമോസ് ഓൾ ടീമിന് താങ്ക് യു. അടിപൊളി സൂപ്പറാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഗൈസ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ ഗിഫ്റ്റുകൾ കണ്ടു. എനിക്ക് ഗിഫ്റ്റുകളാണ് ഞെട്ടിച്ചുകൊണ്ട് ഇതൊക്കെ
മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇട്ട് വരും എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ഇതിനെക്കൊണ്ട് ന്യൂസിനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അടിപൊളി. ഇന്നത്തെ ദിവസം കൊള്ളാം, മോശമായില്ല ഗൈസ്. അടിപൊളി. ഇങ്ങോട്ടേക്കൊന്നും കിട്ടില്ല. അയ്യടാ, നാട്ടിലെ ബർത്ത്ഡേക്ക് എന്തൊക്കെ കിട്ടി നിനക്ക്? ഇങ്ങോട്ടേക്ക് ബർത്ത്ഡേക്ക് എന്തെങ്കിലും അതാണ് ഗൈസ് ഉദ്ദേശിച്ചത്. പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റ് തന്നെ എല്ലാവർക്കും നമ്മളൊന്നും തിരിച്ചു മേടിക്കാറില്ല. എനിക്ക് ഗിഫ്റ്റ് തന്നവർക്കും എന്നെ വിഷ് ചെയ്തവർക്കൊക്കെ അവരൊക്കെ ഇപ്പൊ വന്ന ആൾക്കാരാണ്. നമ്മള് പണ്ട് അപ്പൊ ശരി അന്ന് വേണ്ട. ഇനി പട്ടി ചിമ്പു നിനക്ക് കിട്ടടാ ഉമ്മ. ചിപ്പ് പറ്റില്ല, ചിപ്പ് വലിച്ചു കൂട്ടി. അടിപൊളി ഗൈസ്. എനിക്ക് ഇത് ഭയങ്കര സർപ്രൈസ് ആയി, ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ മര്യാദ പറഞ്ഞു. ഏത് പട്ടിക്കും കിട്ടും ഉമ്മ. കടിക്കാനില്ല. ദൈവമേ. ഓ ഓ കടിക്കല്ല കടിക്കല്ല എന്റെ ചെമ്പു. എന്റെ ഡ്രസ് കടിച്ചു. ഓ കടിക്കല്ല എന്റെ ഡ്രസ് കടിച്ചു. നല്ലൊരു പാടാക്കി കൊടുത്തിട്ട് ലവ് ബൈറ്റ്. ഇത് കടിക്കുന്നുണ്ട്. അപ്പോ അടിപൊളി. എല്ലാ ഗിഫ്റ്റുകളും എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് കിട്ടിയില്ല അപ്പുന്റെ പ്രാവശ്യം. ഞാൻ ഗിഫ്റ്റ് തന്നില്ലേ? ഗിഫ്റ്റ് അല്ല, പിന്നെ ഗിഫ്റ്റ് കിട്ടി. ഉമ്മ കിട്ടിയില്ല, ഹഗ് കിട്ടിയില്ല. ഇന്നലെ 12 മണിക്ക് ഇതൊക്കെ ചെയ്തിട്ടോ ഇല്ലേ? അത് വീഡിയോ ഒന്നും എടുത്തില്ല നമ്മള്. ഞാനപ്പോ ഒഫീഷ്യലായിട്ട് പെടല് ചിമ്പടി ചിമ്പു ചിമ്പു ഉമ്മന്റെ പൊന്നി. അപ്പൊ ഗായ്സ് ഇതാണ് നമ്മുടെ ഇന്നത്തെ പൊന്നുന്റെ ബർത്ത്ഡേ വീഡിയോ. നമ്മള് കാലത്ത് പോയി വൈകുന്നേരം തിരിച്ചിട്ട് പോകുന്നു. കൂടുതൽ സമയം ഹാഫ് ഡേ ആശുപത്രിയിലായിരുന്നു. എവിടെന്നാ? നെറ്റ് വഴി. അത് നെറ്റ് വഴി ഓൺലൈൻ വഴി മേടിക്കില്ല. എന്തായാലും എപ്പോഴാണെന്ന് അറിയില്ല. അല്ലെങ്കിൽ മേടിച്ചു കൊണ്ടുവച്ചാ ഇവിടെ കാറിലാണെങ്കിൽ ഞാൻ അറിയില്ല. അപ്പൊ ഗായ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മൊമെന്റ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒരുപാട് സർപ്രൈസുകൾ ഇവർ തന്നിട്ടുണ്ട്. അത് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ് കമന്റ് ചെയ്തോ. പിന്നെ ഇന്ന് നമ്മൾ മീറ്റ് ചെയ്ത ഒരുപാട് പേരുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഈ വീഡിയോ ആയിരിക്കും ചിലപ്പോ കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ കുറെ നാളിന് ശേഷം നമ്മുടെ വരുന്നത്. അപ്പൊ നമ്മളത് കട്ട് ചെയ്യാതെ ലെങ്ത് ആണ് എടുക്കുന്നത്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള കുറെ സർപ്രൈസുകൾ ആയതുകൊണ്ടാണ്. അപ്പൊ നാളെ ഇതേപോലത്തെ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും